നമസ്കാരം, ഞാൻ ഡോക്ടർ എ ആർ സ്മിത് കുമാർ, അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസീഷ്യനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുട്ടുവേദന, മുട്ട് തേയ്മാനം എന്നീ സബ്ജക്റ്റുകളെ പറ്റിയിട്ടാണ്. തേയ്മാനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ടയറിൻ്റെ തേയ്മാനത്തെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെയാണ് തരുണാസ്ഥിയുടെ ഒരു തേയ്മാനമാണ് ഈ മുട്ടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മുട്ടുവേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഹോർമോണൽ പ്രശ്നങ്ങളുണ്ടാവാം, അതേപോലെ തന്നെയാണെങ്കിൽ ജനിതകപരമായിട്ടുള്ള കാരണങ്ങളുണ്ടാവാം, തേയ്മാനങ്ങളുണ്ടാവാം. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സൊക്കെ ആയിരുന്നു ഈ മുട്ടുവേദനയായിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ ഒരു പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്നിപ്പോൾ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ 32 വയസ്സ്, 29 വയസ്സിൽ തന്നെയാണെങ്കിൽ മുട്ടുവേദനയായിട്ട് വരുന്ന പേഷ്യൻസിനെ കാണുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. നേരത്തെ പറയുന്ന പോലെ തേയ്മാനം മൂലം ഉണ്ടാകുന്ന മുട്ടുവേദനയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തേയ്മാനം മൂലം ഉണ്ടാകുന്ന മുട്ടുവേദനയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലിയുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ എപ്പോഴും ആൽക്കലൈൻ ആയിരിക്കണം. ഒരു 70% ആൽക്കലൈൻ ആയിരിക്കണം. അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ബ്ലഡിൻ്റെ അകത്ത് അസിഡിറ്റി വർദ്ധിക്കുകയും ആ അസിഡിറ്റി ബാലൻസ് ചെയ്യാനായിട്ട് ശരീരം എല്ലിൻ്റെ അകത്ത് കാൽസ്യം വലിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് ഈ തേയ്മാനത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. നോൺ വെജിൻ്റെ അകത്തുണ്ടാകുന്ന ചില അസിഡിക്കായിട്ടുള്ള മത്സ്യങ്ങൾ ഇത് തേയ്മാനത്തെ വർദ്ധിപ്പിക്കും. ഉദാഹരണത്തിന് അയലമീൻ, അയല, ചൂര, കണ്ണം കൊഴിയാള, അതേപോലെ നെത്തോലിയെ പറ്റിയിട്ട് പൊതുവേ ആൾക്കാരുടെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെത്തോലിക്കകത്ത് കാൽസ്യം ഉണ്ടായതുകൊണ്ട് മുട്ട് തേയ്മാനം കുറയ്ക്കും എന്നുള്ളതാണ്. ഞാനതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നെത്തോലി ഒരു ചെറിയ മീനല്ല. നെത്തോലി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അസിഡിറ്റി, അല്ലെങ്കിൽ കഴിക്കുന്നവർക്കറിയാം, വീണ്ടും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുകയും ആ ബുദ്ധിമുട്ട് ബാലൻസ് ചെയ്യാൻ ശരീരം ശ്രമിക്കുമ്പോൾ എല്ലിനകത്ത് കാൽസ്യം വലിച്ചിട്ട് നെത്തോലി കഴിച്ചാലും കാൽസ്യം കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് വർഗ്ഗത്തിൽപ്പെട്ട സാധനങ്ങളൊക്കെ തന്നെ. അതിൽ കാൽസ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം വയറിന് ഹൈലി ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. കൊഞ്ച്, കണവ, കക്ക, ഞണ്ട്, കല്ലിമക്കായ്, ഇതെല്ലാം വയറിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. ഇത്തരം സാധനങ്ങളിൽ അസിഡിറ്റി ഉണ്ടാകുകയും ഇത് തേയ്മാനത്തിലേക്ക് നയിക്കുകയുമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേയ്മാനം അല്ലെങ്കിൽ വരുമ്പോൾ ആൾക്കാർ പുറമേ ആണെങ്കിൽ ഈ എണ്ണ തൈലം കുഴമ്പിടുന്നത് മറ്റൊരു പ്രധാന പ്രശ്നമാണ്. എണ്ണ ഇട്ട് കഴിഞ്ഞാൽ അകത്തോട്ട് കയറി പോകത്തൊന്നുമില്ല, തേയ്മാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, തൈലം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ആശ്വാസമാണ്. ഇന്ന് ഉറങ്ങാൻ പറ്റുന്നത് തൈലം ഇട്ടിട്ടാണ്. എങ്ങനെയാണ് ഈ തൈലം ഇടുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത്? അതൊരു കൗണ്ടർ ഇറിറ്റൻ്റാണ്. നിങ്ങൾ കൊതു കടിക്കുമ്പോൾ ചൊറിയുക, എങ്ങനെ ആശ്വാസം കിട്ടുന്നത്? അത് കൗണ്ടർ ഇറിറ്റൻ്റാണ്. അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ ഒക്കെ വരുമ്പോൾ വിക്സ് അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള നമ്മൾ എന്തെങ്കിലും പുരട്ടുമ്പോൾ എങ്ങനെ ആശ്വാസം കിട്ടുന്നത്? ഈ അതിൻ്റെ പുകച്ചിലും അല്ലെങ്കിൽ ഈ തണുപ്പും അല്ലെങ്കിൽ ഇതൊക്കെ കാണുകയാണെങ്കിൽ ഈ ഇറിറ്റേഷൻ കാണാൻ പറ്റിയത് അറിയുന്നില്ല. അത് കൗണ്ടർ ഇറിറ്റൻ്റാണ് എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ഈ പറയുമ്പോൾ തൈലം പുരട്ടുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട തൈലം ഏതാണെന്ന് വെച്ചാൽ മുറിവെണ്ണയാണ്. ഒരു നല്ല മണമൊക്കെ ഉണ്ട്. ഈ മുറിവെണ്ണ മുറിവിന് പുരട്ടുന്ന എണ്ണയാണ്, അതും ശീതവീര്യമാണ്. ഈ ശീതവീര്യം ആയിട്ടുള്ള എന്തും ഈ വേദനയ്ക്ക് വിരുദ്ധമാണ്, വാദത്തിന് വിരുദ്ധമാണ്. ഈ വിരുദ്ധമായിട്ടുള്ള സാധനം എടുത്തിട്ടാണ് നമ്മൾ മുട്ടുവേദനയ്ക്ക് പുരട്ടുന്നത്. ഉള്ള വേദന വർദ്ധിക്കും, രോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, തേയ്മാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അവസാനം മുട്ട് മാറ്റി വയ്ക്കണമെന്ന് പറയും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എണ്ണ തൈലം കുഴമൊന്നും എടുത്താണെങ്കിൽ പുറമേ ഇതെല്ലാം വളരെ അഗ്രമാണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഉള്ളി കഴിക്കാനാണ് കൊടുക്കേണ്ടത്. ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് ഈ ജീവിതശൈലി, ആഹാര രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. എണ്ണ പലഹാരങ്ങൾ വലിയ പ്രശ്നമുണ്ടായി. നമ്മൾ കടു വറക്കുന്ന എണ്ണയ്ക്കകത്ത് ആവശ്യമുള്ള എണ്ണ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. 2 ചിപ്സ് കഴിച്ചാലും മതി ഇത് കൂടും. ഒരു ചിപ്സിൻ്റെ അകത്ത് എത്രമാത്രം എണ്ണയുണ്ടെന്ന് ഞാനിപ്പോൾ കാണിക്കാം. ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. ഇതേപോലെ തന്നെയാണെങ്കിൽ വിരുദ്ധാഹാരങ്ങൾക്കും ഇതിൻ്റെ അകത്തെല്ലാം വളരെ വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിരുദ്ധാഹാരങ്ങളെപ്പറ്റി പൊതുവെയാണെങ്കിൽ ആൾക്കാർ പറയുന്നില്ല. ഉദാഹരണത്തിന് ഈ കോഴിയിറച്ചിയും തൈരും വിരുദ്ധമാണ്. പലപ്പോഴും നമ്മൾ ചിക്കൻ ബിരിയാണിക്കൊപ്പം കഴിക്കുന്നത് എന്താണ്? ഈ തൈരാണ്, വിരുദ്ധമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാര രീതി, ജീവിതശൈലി, അതുപോലെ വേവിച്ച സാധനങ്ങൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് ഉപയോഗിക്കുക, പാചകം ചെയ്ത സാധനങ്ങൾ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുക, ഇതൊക്കെയാണെങ്കിൽ ഈ രോഗത്തിൻ്റെ കാരണങ്ങളാണ്.
ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴാണെങ്കിൽ വളരെ യങ് സ്റ്റേജിൽ തന്നെയാണെങ്കിൽ ഈ മുട്ടുവേദനകളൊക്കെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാരണങ്ങളെ ഒഴിവാക്കേണ്ടതാണ്. ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തുടർന്ന് തന്നെയാണെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുക. മർമ്മ ചികിത്സയൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെയാണെങ്കിൽ ആശ്വാസം കൊടുക്കുന്നതാണ്. ഇതിന് വളരെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്കാണെങ്കിൽ ഇത് വളരെ ലളിതമായിട്ടും വേഗത്തിലും പരിഹരിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.